ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. 15 മണിക്കൂറായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഭക്തർ. മല കയറവേ ഭക്ത കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സദ്യയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. മല കയറവേ അപ്പാച്ചിമേട് ഭാഗത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കാനാകാതെ വലയുകയാണ് പോലീസ്. 15 മണിക്കൂറായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഭക്തർ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. മരക്കൂട്ടം മുതൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളമെന്ന് ഭക്തർ പറഞ്ഞു. നിലവിൽ പമ്പയിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള ഫ്ലൈ ഓവറിലേക്ക് ഭക്തരെ കടത്തിവിടുന്നില്ല. പമ്പ നടപ്പന്തലിൽ ഒരു സെക്ഷനിൽ ഭക്തർക്ക് നിൽക്കേണ്ടി വരുന്നത് 30 മിനിറ്റോളം നേരമാണ്. ശബരിമലയിൽ ദർശനത്തിന് കോടതി അനുമതി നൽകിയത് 90,000 തീർത്ഥാടകർക്കാണ്. ഇന്നലെ ദർശനം നടത്തിയത് 1,70,000 പേരാണ്. തത്സമയ ബുക്കിംഗ് താളം തെറ്റിച്ചു. 20,000 പേർക്കായിരുന്നു തത്സമയ ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. ഇരട്ടിയിലധികം പേർ തത്സമയ ബുക്കിംഗ് വഴി സന്നിധാനത്തെത്തി. മണിക്കൂറുകൾ വരി നിന്നാണ് തീർത്ഥാടകർ അയ്യനെ തൊഴുത് മടങ്ങുന്നത്. സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാകും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുക. ഇന്നലെ ശരാശരി 6 മണിക്കൂർ വരെ കാത്തുനിന്ന ശേഷമാണ് സ്വാമിമാർ ദർശനം നടത്തിയത്. ദിനംപ്രതി 90,000 പേർക്കാണ് മല കയറാൻ അവസരമുള്ളത്. സത്രം വഴി കാനനപാതയിലൂടെയും ഇന്നലെ മുതൽ ഭക്തരെ കടത്തിവിടുന്നുണ്ട്. ആകെ 18 മണിക്കൂറാണ് ശബരിമലയിൽ ദർശന സമയം. അതേസമയം ശബരിമലയിൽ അപകടകരമായ രീതിയിൽ ഭക്തജനത്തിരക്കെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഭക്തർ പലരും ക്യൂ നിൽക്കാതെ ദർശനത്തിനായി ചാടി വരികയാണെന്നും ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. സ്പോട്ട് ബുക്കിംഗിൽ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സൂചന നൽകിയാണ് ജയകുമാർ വാർത്താ സമ്മേളനം നടത്തിയത്.